Hello everyone, welcome back to my channel. ഇന്നെൻ്റെ ഹെയറമോളെ 3.5 മാസത്തെ വാക്സിനാണ്. അങ്ങനെ അതെടുക്കാനായിട്ട് രാവിലെ തന്നെ നമ്മൾ പോകുന്നുണ്ട്. ഇന്ന് എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. അവിടെ പോയി വാക്സിൻ എടുക്കാൻ വിചാരിച്ച്. അതപ്പോൾ പനിയോ എന്തെങ്കിലും വന്നാലും ഒരു ദിവസം എനിക്ക് അവിടെ നിന്നിട്ട് വരാമെന്ന് പറഞ്ഞാണ് അങ്ങനെ പോകുന്നത്. ഹാനി ഇത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. കാരണം 12 മണി വരെ ഉള്ളൂ. അപ്പം നമ്മൾ ഇറങ്ങി വരുമ്പോൾ ലേറ്റാവും. അതുകൊണ്ട് ഹാനിയെ രാവിലെ എഴുന്നേറ്റിൻ്റെ ദേഷ്യം എല്ലാം അവൾക്ക് ഉണ്ടായിരുന്നു. റോഡിലൊക്കെ ഇതുപോലെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഹൈറയും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഹാനിയും കിടന്ന് നല്ല ഉറക്കത്തിൽ വരുന്നുണ്ട്. അവൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ വരുന്നുണ്ട്. രാവിലെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു അവൾക്ക്. പക്ഷെ നമുക്ക് രാവിലെ പോയാലേ വാക്സിൻ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് പോകുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇക്കാരെ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് നെടുമങ്ങാട് വരെ പോകാനാണെങ്കിൽ 1 മണിക്കൂർ ഇപ്പോൾ വേണം. കാരണം റോഡൊക്കെ ഇപ്പോൾ നല്ല പണി നടക്കുന്നത് കൊണ്ട് തന്നെ കുറേ ഡൈവേർഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ കാറിലിരിക്കണം. 1 മണിക്കൂറത്തെ യാത്ര ആയതുകൊണ്ട് രാവിലെ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റൂല. ഇക്കാക്ക് നിൽക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇക്ക നമ്മളവിടെ ഇറക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ചിക്കൻ കറിയാണ് ഉമ്മ ഉണ്ടാക്കി വെച്ചിരുന്നത്. ഇവിടെ വന്ന് ഉമ്മാരെ ചിക്കൻ കറി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ പോകുന്നതിന് മുന്നേ കഴിച്ചിട്ട് പോകുന്ന വെച്ച് കഴിക്കുന്നതാണ്. ഹാനി ഇതവിടെ വന്ന് ഡ്രസ്സൊക്കെ മാറ്റി സെറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാനും ഉമ്മായി ഹൈറയും കൂടെ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഹാനിയെ കൊണ്ടുപോകുന്നില്ല. എൻ്റെ അനിയത്തി ഉള്ളതുകൊണ്ട് തന്നെ അവളവിടെ നിന്നോളും, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഓട്ടോയൊക്കെ വിളിച്ച് ഞാനുമായി താമസിക്കാതെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഹൈറമോൾ ഇപ്പോൾ നല്ല ചിരിയിലിരിക്കുകയാണ്. അവിടെ പോകുമ്പോൾ അറിയാം അവൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നതെന്ന് അവൾക്ക് അറിയില്ലല്ലോ. ഇവിടെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നേ. കാരണം നമ്മൾ വന്നത് ബുധനാഴ്ചയാണ്. അപ്പോൾ ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ വാക്സിനേഷൻ ഡേയും ഡോക്ടറിൻ്റെ ഒ പി ഒക്കെ ആകുമ്പോൾ നല്ല തിരക്കാണ്. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇഞ്ചക്ഷൻ്റെ അവിടെ വീഡിയോ അലോഡ് അല്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. 2 ദിവസം പനി കാണുമെന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് തന്ന ഈ ഒരു പാരസെറ്റമോളിൻ്റെ മരുന്നാണ്. ഇതിന് മുന്നൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. പിന്നെ ഹൈറമോൾ വന്നതുകൊണ്ട് തന്നെ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വന്നേ. ഹൈറമോൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഫസ്റ്റ് ഒരു കയ്യിലെടുത്തപ്പോൾ വലുതായിട്ട് കരഞ്ഞില്ല. പക്ഷേ രണ്ടാമത് കാലിലെടുത്തപ്പോഴും ചെറിയൊരു കരച്ചിലായിരുന്നു. മൂന്നാമത് എടുത്തപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അവൾ നിർത്താതെ കരച്ചില്ല. പാല് പോലും കുടിക്കാത്ത രീതിയിലാണ് ഭയങ്കര അവൾക്ക് ഭയങ്കര വിഷമമായിപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ. അവർ കുറേ ടോയ്സൊക്കെ വെച്ച് കളിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് നേരം പിന്നെ മിണ്ടാതിരുന്നത്. നമ്മൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വന്ന് ഈ മൂന്ന് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. ഒരു കയ്യിൽ 2 കാലിലും ഉണ്ടായിരുന്നു. പിന്നെ ഒരു പോളിയോയുടെ മരുന്ന്, പിന്നെ ഒരു തുള്ളി മരുന്നും ഉണ്ടായിരുന്നു. മരുന്ന് ഫുള്ള് അവൾ തുപ്പിക്കളയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, കുറച്ച് പോയാലും കുഴപ്പമില്ല, അതനുസരിച്ച് തന്നെ അങ്ങനെ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞ്. പിന്നെ അവിടെ വേറൊരു സെക്ഷൻ ഉണ്ടായിരുന്നേ. ഹെഡിൻ്റെയും കയ്യിലെയും നീളം അതൊക്കെ ഇങ്ങനെ അളവെടുത്ത് അവർ എഴുതുന്നുണ്ടായിരുന്നു. ബെർത്ത് വെയിറ്റ് അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പാരസെറ്റമോളിൻ്റെ മരുന്ന് തന്ന് അതും കൊടുക്കാൻ പറഞ്ഞ്. പനി 2 ദിവസം വരുമെന്ന് പറഞ്ഞു. പനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 2 ദിവസം മരുന്ന് കൊടുക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, കുളിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക്. പാവം നല്ല ഉറക്കമാണ് ഇപ്പം. ഇനിയിപ്പോൾ ഒരു കൊറിയർ വന്നപ്പോൾ കുഞ്ഞാരോടെ പോകാനായിട്ട് അവൾ ഇരിപ്പുണ്ടായിരുന്നേ. കൊറിയർ എന്തെങ്കിലും വന്നാൽ അവൾക്കിങ്ങനെ വാങ്ങിക്കണം. ഹാനിയെ കൊണ്ടുപോകാതെ കൊറിയർ വാങ്ങിച്ചാൽ പിന്നെ അവൾക്ക് ഭയങ്കര വിഷമമായിരിക്കും. അങ്ങനെ വീട്ടിൽ തന്നെ കൊണ്ടുവരും. അത് നമ്മൾ പുറത്തിറങ്ങി വാങ്ങിക്കണം. അപ്പോൾ അവർ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താണ് വന്നത്. എൻ്റെ സാധനം അല്ല വന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത്. അപ്പോഴത്തേക്കും എനിക്കൊരു വാട്ടർമെലൺ ജ്യൂസ് അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചപ്പോഴത്തേക്ക് സാധനം എന്താണെന്ന് അൺബോക്സ് ചെയ്യുന്നത് ഞാനാണ്. ഇതൊരു കൊലുസോ മാലയോ എന്തോ ആണ്. അവളിങ്ങനെ വാങ്ങിച്ചതാണ്. എൻ്റെ അനിയത്തി ഇങ്ങനെ ഓരോന്ന് വെറൈറ്റിയൊക്കെ കാണുമ്പോൾ അവൾ വാങ്ങിക്കും. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം നല്ല ക്വാളിറ്റിയിലാണ് വന്നത്. ബ്ലാക്കും ഗോൾഡുമാണ്. ഹാനിക്ക് പിന്നെ അത് വേണമെന്നായി. പിന്നെ വേറൊരു പ്രോഡക്റ്റും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെ ഞാൻ അൺബോക്സ് ചെയ്യുന്നുണ്ട്. ഇതൊരു ജീൻസിൻ്റെ പാൻറ്റാണ്. ഇത് നല്ല ക്വാളിറ്റിയിലാണ് വന്നത്. ഒരു പലാസോ ജീൻസ് എന്ന് തന്നെ പറയാം. നല്ലൊരു പലാസോ ടൈപ്പിലാണ് വന്നത്. അതുകൊണ്ട് അങ്ങനെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. കളറും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നാൽ പിന്നെ ഹാനിയുടെ മെയിൻ പരിപാടി ഇങ്ങനെ പുറത്തിറങ്ങി കളിക്കുന്നതാണ്. അതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഇവിടെ ഇക്കാരെ വീട്ടിൽ വരുമ്പോൾ അവൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും അത് തന്നെയാണ്. പുറത്തിറങ്ങി കളിക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ അനിയത്തിക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ അവൾ തകർത്ത് പഠിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമുള്ള എക്സാം വൈകിട്ട് 4:30 ആകുമ്പോൾ എക്സാം കഴിഞ്ഞിട്ട് വരും. അപ്പോൾ 2 മണിക്കോ 1:30ക്കോ ആണ് എക്സാം തുടങ്ങുന്നത്. അങ്ങനെ അത് നോക്കി അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. പിന്നെ നമ്മളോട് കാര്യവും പറയുന്നുണ്ട്.
പിന്നെ അതിനിടയ്ക്ക് ഇത് ഹൈറമോൾ ഉണർന്നിട്ടുണ്ടായിരുന്നു. ഹൈറമോക്ക് ഞാൻ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവളിത് നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ അവൾക്ക് പെയിനൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത് എന്നെ നോക്കി ഞാൻ എന്ത് പറയുന്നു അതിനൊപ്പം അവളിത് ചിരിക്കുകയും കളിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അവൾക്കിങ്ങനെ ഒറ്റയ്ക്ക് കിടക്കണേക്കാളും നമ്മളാരെങ്കിലും വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം നന്നായിട്ട് നമ്മൾ എന്ത് പറയുന്നോ അതിനനുസരിച്ച് അവൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. കൊച്ചു കുട്ടികൾ മിക്കവരും സംസാരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണല്ലേ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതാ എൻ്റെ ഹാനിയ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഹാനിയെ ഹൈറയും കൂടെ ആയി കളി. ഹൈറയ്ക്ക് ഹാനിയെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. കുറേ നേരം കൊണ്ടേ മഴ പെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോഴാണ് പുറത്തിറങ്ങി മഴ പെയ്യുന്നു എന്ന് തന്നെ അറിഞ്ഞത്. ഇതാ കണ്ടില്ലേ, ഇവിടെ ഒരു സ്കൂളിൻ്റെ മരമൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തിരി വെട്ടം കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നല്ലൊരു ഇരുട്ട് ഫീലായിരിക്കും. എൻ്റെ ഹാനിയും മൂടും ഉറങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കളിച്ച് തളർന്നപ്പോൾ എൻ്റെ ഹാനിയും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓണമൊക്കെയല്ലേ വരുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഉമ്മാരടുത്ത് ഹാനിക്ക് ഹൈറയ്ക്കും ഡ്രസ്സൊക്കെ തയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പട്ടിൻ്റെ തന്നെ നമുക്ക് വേണമല്ലോ. അങ്ങനെ ഓരോ തുണിയും ഞാനെടുത്ത് വെച്ചിട്ടുള്ളതൊക്കെ എന്താ ഉമ്മാട്ടെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ എന്നെ മോഡൽ അതെല്ലാം ഉമ്മക്ക് എന്നെ പറഞ്ഞു കൊടുക്കും. അതുപോലെ ഉമ്മ തയ്ച്ച് തരും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ കുറേ തുണികൾ ഞാൻ മുമ്പെടുത്ത് വെച്ചതും കാണും. പിന്നെ ഉമ്മ കുറേ ആവശ്യത്തിനുള്ളത് എടുക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ചാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഹാനിക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. പിന്നെ ഉമ്മ ഇതാ കിച്ചണിൽ ഞവരമീനൊക്കെ ഇതാ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഞവരമീൻ എനിക്കും ഹാനിക്കും ഭയങ്കര ഇഷ്ടമുണ്ട്. എത്ര കിട്ടിയാലും ഞാനും ഹാനിയും കഴിക്കും. അതുകൊണ്ടാണ് ഉമ്മ പ്രത്യേകം ഇന്ന് തന്നെ അത് വാങ്ങിക്കാൻ വിചാരിച്ചു. രാത്രിയൊക്കെ ആകുമ്പോൾ ചിക്കനും രാവിലെയൊക്കെ ചിക്കൻ കഴിക്കാമല്ലോ. അങ്ങനെ ഞാൻ ഒരു ദിവസം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിറ്റേന്നായപ്പോൾ ഇക്ക എന്നെ വിളിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹാനിയെ കാണാതെ ഇക്കാക്ക് ഇപ്പം നിൽക്കാൻ പറ്റൂല. അങ്ങനെ ഇക്ക എന്നെ വിളിക്കാൻ വന്നു. അങ്ങനെ നമ്മളിതാ റെഡിയായി നിൽപ്പുണ്ട് പോവാനായിട്ട്. ഹാനി ഇതാ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ബോയൊക്കെ വെച്ച് അവൾക്ക് അറിയാതാ പോവാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഒരു പാവയെ വെച്ച് കളിപ്പിക്കുന്നതാണ്. ഈ കഥ കാറൊക്കെ പുറത്തിറക്കുന്നത് നോക്കി അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഉച്ച സമയമായതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഹൈറമോളും ഉണർന്നിരിപ്പുണ്ട്. ഹാനിയും ഭയങ്കര ഹാപ്പിയാണ്. ഹൈറമോക്ക് ഇപ്പോൾ പെയിനൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. എന്നാലും ചെറിയൊരു മുക്കലും മൂളലും അങ്ങനെയൊക്കെ ഉണ്ട്. ചെറിയൊരു പനിയും ഉണ്ട്. പിന്നെ ഒരു ദിവസം ഞാൻ റെസ്റ്റ് എടുത്തതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അവളെ നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും നല്ലൊരു ചെറിയൊരു മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും. മഴ ചെറുതായിട്ട് ഇപ്പോൾ പെയ്യും, വീണ്ടും മഴ കുറയും. ഇപ്പോൾ അതാണ് അവസ്ഥ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹാനിക്ക് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹൈറമോളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കാറിൽ കയറിയ 2 പേരും ഉറങ്ങും. കുറച്ച് നേരം മാത്രമേ ഉണർന്നിരിക്കുകയുള്ളൂ. പിന്നെ ഹാനിയെ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ തന്നെ തോളിൽ തന്നെ ചാഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ പോകുന്ന വഴിക്ക് തന്നെ കാരക്കാമണ്ടത്ത് കട്ടനും ചിക്കൻ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. നമ്മളെപ്പോഴും ഞാനും ഇക്കായും വന്ന് കഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവിടെ നിന്ന് കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. എന്തെങ്കിലും ഒരു കട്ടൻ കുടിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ ഇക്ക ചോദിക്കുന്നുണ്ട് എന്ത് വേണമെന്ന്. ഹാനി ഇവിടെ കണ്ടപ്പോൾ എന്താണെന്ന് അറിയാമെന്നുള്ള ആകാംക്ഷയിൽ അവളും ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇക്ക ആദ്യം കൊണ്ടുവന്നത് ചിക്കൻ ലോലിപോപ്പാണ്. ഹാനി ഇത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. കാരണം ഹാനിക്ക് ചിക്കൻ എന്ന് വെച്ചാൽ ജീവനാണ്. കുറച്ച് എരിയൊക്കെ കുറച്ച് വേണം അവൾക്ക് കൊടുക്കാനായിട്ട്, എങ്കിൽ അവൾ കഴിച്ചോളൂ. അങ്ങനത്തെ ലോലിപോപ്പ് ഇക്ക കൊണ്ടുവന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത സാധനം വാങ്ങിക്കാതൊക്കെ പോയിട്ടുണ്ട്. അടുത്തത് ടീ ആണ്. അത് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഹാനി ഹൈറെ കയ്യിലിരിക്കുന്നതുകൊണ്ട് എനിക്ക് പിടിക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചാണ് ഇക്ക കുറച്ച് മിക്സിയൊക്കെ ചെയ്ത് കൊണ്ടുവന്നത്. കട്ടൻ കൊണ്ടുപോയപ്പോഴത്തേക്കും ഞാൻ അത് ഹൈറെ ഇതുപോലെ സീറ്റിൽ കിടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പുറത്തൊക്കെ ചൂട് വീഴുമെന്നുള്ള പേടിയുണ്ടാണ് ഞാൻ ഇങ്ങനെ കിടത്തിയത്. നല്ലൊരു മിൻറ്റ് ടീ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിലൊക്കെ കുടിക്കുന്നേക്കാളും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതായി ചിക്കൻ്റെ ഈ ഒരു ഇതും കൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഹാനി ഇതായി കഴിക്കുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ കഴിച്ചിട്ട് ഹാനി ഇതുവരെ കഴിച്ചൊന്നും തീർന്നിട്ടില്ലായിരുന്നേ. എന്നിട്ടും പിന്നെ നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. കുറച്ച് ലേറ്റായിട്ട് വെച്ച് ഹൈറയ്ക്കും വയ്യാത്തതുകൊണ്ട് തന്നെ നമ്മളിതാ പോകുന്നുണ്ട്. ഇവിടെ ഉച്ചയായതുകൊണ്ട് തന്നെ തിരക്കും കുറവുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. കാറൊക്കെ ഇക്കതാ പാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു നേരെ ദിവസമായിരുന്നാലും വീട്ടിൽ നിന്നിട്ട് വരുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണല്ലേ. കുറച്ച് സമയമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്നൊരു തോന്നി. എത്ര ദിവസം നിന്നാലും നമുക്കൊരു തികയാത്ത പോലെയാണ് വീട്ടിൽ നിൽക്കുന്നത്. പിന്നെ ഇതാ സ്റ്റെപ്പിൻ്റെ പണി ഇതുപോലെ ആയിട്ടേ ഉള്ളൂവേ. ഇവിടെ തട്ടൊക്കെ വെച്ച് ശരിയാക്കുന്നതേ ഉള്ളൂ. ഇനി ഒന്ന് ടൈൽസൊക്കെ സെറ്റ് ചെയ്യണം. ഹാനിയെ കാറിൻ്റെ പുറത്ത് കയറ്റിയൊക്കെ ഇരുത്തിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷത്തിലാണ് അവൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂവേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുവേ.